ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചാണ് നമ്മൾ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് അല്ലേ? നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. കഴിവതും മാക്സിമം എല്ലാത്തിനും റിപ്ലൈയും തരാറുണ്ട്. കാരണം നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റുകളാണ് നമുക്ക് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു എനർജി ആയിട്ട് മാറുന്നത്. ഇന്ന് ഞാൻ കമൻറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കാസർഗോഡ് നിന്ന് അയച്ച മിനിയുടെ മെസ്സേജ് കണ്ടിരുന്നു. മിനിയുടെ പ്രിയപ്പെട്ട സായിക്ക് എൻ്റെ വലിയൊരു ഹായ്. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഓരോരുത്തരും കഥകൾ കേൾക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് കമൻറ്റുകൾ വായിക്കുമ്പോഴൊക്കെ. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും എനിക്കായി കുറച്ച് സമയം നീക്കി വെക്കുന്നതിൽ വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് യമൻ എന്ന നോവലിൻ്റെ ഏറ്റവും ആകാംക്ഷപൂർണമായ ഒരു എപ്പിസോഡിലേക്കാണ് പോകുന്നത്. അധ്യായം 14, റൊമാൻസ്, ത്രില്ലർ, സസ്പെൻസ്, യമൻ നോവൽ തുടർച്ച. മണിച്ചേച്ചിയും ഭാവനയും ആദ്യം കയറി, ചന്ദ്രലാൽ നിർദ്ദേശിച്ചു. മണിവർണ്ണ ആദ്യം കയറി. അപ്പോൾ വഞ്ചിയൊന്ന് ഉലഞ്ഞു. ബാലൻസ് തെറ്റിയ അവൾ ഇരിപ്പിടത്തിലേക്ക് വീഴും പോലെ ഇരിക്കുകയും വഞ്ചിയുടെ വക്കിൽ അള്ളിപ്പിടിക്കുകയും ചെയ്തു. 4 പേരും കയറി. തുഴയെടുത്ത് സഞ്ജുവും. വൃത്താകൃതിയിലുള്ള കുട്ടവഞ്ചി മെല്ലെ കറങ്ങിക്കൊണ്ട് നീങ്ങി. വേറെയും 7-8 വഞ്ചികൾ നദിയിലുണ്ടായിരുന്നു. ശിവയോഗയും മണിവർണ്ണയും ആദ്യമായാണ് കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. മണിവർണ്ണ വെള്ളത്തിലേക്ക് കൈകടത്തിയിരുന്നു. സ്ഫടികം പോലെ തണുത്ത വെള്ളം. നദി താഴേക്ക് പോകുന്ന ഭാഗത്ത് കുത്തൊഴുക്കും പാറക്കെട്ടുകളുമായിരുന്നു. സഞ്ജുവിൻ്റെ വീട് എവിടെയാ? ചന്ദ്രലാൽ ചോദിച്ചു. ഇവിടെ അടുത്താ സാറേ. അവൻ ചിരിച്ചു. വൃക്ഷത്തലപ്പുകൾക്കടിയിലൂടെയായിരുന്നു ആദ്യ യാത്ര. നേരം സന്ധ്യയായതുപോലെ തോന്നി. അവർക്ക് പിന്നാലെ ബാക്കിയുള്ള ബൗൾ ബോട്ടുകളും പുറപ്പെട്ടിരുന്നു. ഇടയ്ക്കിടെ വനത്തിൽ നിന്നും കണ്ണീർ പോലെയുള്ള വെള്ളം നദിയിലേക്ക് വരുന്നുണ്ട്. നദിയുടെ മുകൾ ഭാഗത്തായിരുന്നു യാത്ര. വൃത്താകൃതിയിലുള്ള വഞ്ചിയായതിനാൽ സാധാരണ വള്ളം തുഴയുന്നതിൻ്റെ പരിചയം പോരാ എന്ന് ശിവയോഗിക്ക് മനസ്സിലായി. ഈ വഞ്ചി ഇവിടെ ഉണ്ടാക്കുന്നതാണോ? അവൻ സഞ്ജുവിനെ നോക്കി. അല്ല, കർണാടകയിലെ ബന്ദിപ്പൂര. അവിടെ നിന്നും കൊണ്ടുവന്നിട്ട് ബാക്കി ജോലികളൊക്കെ ഇവിടെ ചെയ്യും. മടങ്ങി വരികയായിരുന്ന ഒരു കുട്ടവഞ്ചിയിലിരുന്ന് ഏതാനും കുട്ടികൾ അവർക്കു നേരെ കൈ ഉയർത്തി വീശി. മറ്റൊരു തുഴക്കാരൻ നദിയുടെ മധ്യത്തിൽ വഞ്ചി പമ്പരം കറക്കുന്നത് അവർ കണ്ടു. കുറേ കൂടി മുന്നോട്ട് പോയ ശേഷം സഞ്ജുവും വഞ്ചി നദിയുടെ മധ്യത്തിലെത്തിച്ചു. എല്ലാവരും പിടിച്ചിരുന്നോണം, ഞാൻ കറക്കാൻ പോവുകയാണ്. സഞ്ജു മുന്നറിയിപ്പ് നൽകിയിട്ട് വെള്ളത്തിൽ തുഴകുത്തി പിന്നോട്ട് തള്ളി. വഞ്ചി കറങ്ങി തുടങ്ങി. എല്ലാവരും വഞ്ചിയുടെ സൈഡിൽ അള്ളിപ്പിടിച്ചു. വഞ്ചിക്ക് അനുനിമിഷം വേഗമേറുകയാണ്. നദിയും ഇരു കരകളിലും നിന്നിരുന്ന വൃക്ഷങ്ങളും അവർക്ക് ചുറ്റും വട്ടം കറങ്ങി. അയ്യോ മതി മതി, എനിക്ക് തല കറങ്ങുന്നു, ഭാവന വിളിച്ചു പറഞ്ഞു. ശിവയോഗിയുടെ മുടിയിഴകൾ കാറ്റിൽ പുകത്തേക്ക് ചിതറി വീണു. സഞ്ജു തുഴ ചരിച്ചു വെള്ളത്തിന് മീതെ അമർത്തി വഞ്ചിയുടെ കറക്കം അവസാനിപ്പിച്ചു. എല്ലാവർക്കും തല കറങ്ങുന്നുണ്ടായിരുന്നു. തെറിച്ചു വെള്ളത്തിൽ വീഴുമെന്ന് ഞാൻ ഭയന്നുപോയി. മണിവർണ്ണ ശ്വാസം വലിച്ചു വിട്ടു. കാർമേഘം കാരണം ശരിക്കും സന്ധ്യയായ പ്രതീതി. നമുക്ക് മടങ്ങിയാലോ സാറേ? സഞ്ജു ശിവയോഗിയോട് തിരക്കി. അതാ നല്ലത്. വഞ്ചി നദിയുടെ മറുതീരത്തേക്ക് അടുപ്പിച്ചുകൊണ്ടായിരുന്നു മടക്കയാത്ര. ആ കാണുന്നത് ഒരു ആനത്താരയാ. ചെറുവൃക്ഷങ്ങൾക്കിടയിൽ നടപ്പാത പോലെ തോന്നിക്കുന്ന ഒരു ഭാഗത്തേക്ക് സഞ്ജു തുഴ ചൂണ്ടി. മറ്റുള്ളവർ അവിടേക്ക് ശ്രദ്ധിച്ചു. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ കുറുകി. ആനത്താരയിലൂടെ പാഞ്ഞു വരുന്ന 6-7 പേർ. എല്ലാവരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഇതുവഴി ആർക്കും ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ലല്ലോ. സഞ്ജു പിറുവിറുക്കുന്നത് മറ്റുള്ളവർ കേട്ടു. ശിവയോഗിക്ക് പെട്ടെന്ന് അപകടം മണത്തു. ചന്ദ്ര, അത് കണ്ടോ? ചന്ദ്രലാൽ കണ്ടു. ഓടി വരുന്നവരുടെ കയ്യിൽ ആയുധങ്ങൾ, വടിവാൾ പോലെ നീളമുള്ളത്. സഞ്ജു പകച്ചു. ഇതെന്ത്? ഓടി വന്ന 7 പേരും ഇതിനോടകം നദിയിലേക്ക് കുതിച്ചു ചാടി. നെഞ്ചോളം വെള്ളത്തിൽ അവർ മുങ്ങി. ശിവയോഗി തൻ്റെ ഫോൺ വഞ്ചിയിൽ വെച്ചു. സഞ്ജു, വഞ്ചി വേഗം വിട്ടോ. ചന്ദ്രലാൽ ധൃതി കൂട്ടി. തുഴക്കാരൻ തന്നാൽ കഴിയും വിധം തുഴ കുത്തിയെറിഞ്ഞു. വെള്ളത്തിൽ മുങ്ങിയവർ വഞ്ചിയുടെ ഏതാനും അടി പിന്നിൽ പൊങ്ങി.
ആയുധങ്ങൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവർ നീന്തിയെടുത്തു. സോമ, രമേശ, വേഗം വാടാ! സഞ്ജു മറ്റു തുഴക്കാരെ അലറി വിളിച്ചു. രംഗം പന്തിയല്ലെന്ന് കണ്ട് അവരും വഞ്ചികൾ അവിടേക്ക് തുഴഞ്ഞടുപ്പിക്കാൻ തുടങ്ങി. ഒരു ഹെൽമറ്റുധാരി ഇതിനകം വഞ്ചിയുടെ സൈഡിൽ പിടിച്ചുകൊണ്ട് ശിവയോയ്ക്ക് നേർക്ക് വടിവാൾ ആഞ്ഞു വീശി. വഞ്ചിയൊന്ന് ചരിയുകയും ശിവയോഗി പിന്നോക്കം നീങ്ങുകയും ചെയ്തു. അവൻ്റെ ലൈഫ് ജാക്കറ്റിൽ കുറുകെ ഒരു പോറൽ വീഴ്ത്തിക്കൊണ്ട് വടിവാൾ ചീറിപ്പോയി. ഓഹോ, നീയൊക്കെ ഇവിടെ വന്ന് കളിക്കാറായോ? ചോദിച്ചതും സഞ്ജു തുഴ വീശി ഒറ്റയടി. ശിവയോഗിയെ വെട്ടിയവൻ്റെ ഹെൽമറ്റിന് താഴെ കഴുത്തും തോൾപ്പലകയും ചേർത്തായിരുന്നു അടി. ഹെൽമറ്റിനുള്ളിൽ ഒരു വിലാപം കേട്ടു. മണിയും ഭാവനയും കമന്നു കിടന്നു. ശിവയോഗി അലറി. അവർ വഞ്ചിക്കുള്ളിൽ കിടന്നു. അടുത്തതായി വെള്ളത്തിൽ നിന്നും ഡോൾഫിൻ കണക്കെ ഉയർന്നു വന്ന 2 പേരെ ശിവയോഗിയും ചന്ദ്രലാലും നേരിട്ടു. ഒരുവൻ്റെ വാൾ പിടിച്ചു കയ്യിൽ വാങ്ങി ശിവയോഗി തിരിച്ചു. വാൾ പിടിവിട്ട് വഞ്ചിയിൽ വീണു. മിന്നൽ വേഗത്തിൽ അതെടുത്ത് ശിവയോഗി ശത്രുവിൻ്റെ ഹെൽമറ്റിന് പുറത്ത് ആഞ്ഞു വെട്ടി. ഹെൽമറ്റ് നടുവെ പിളർന്നു അയാളുടെ കഴുത്തിൽ തൂങ്ങി. ഇപ്പോൾ ശിവയോഗി ആ മുഖം വ്യക്തമായി കണ്ടു. തൻ്റെ ജീപ്പ് കത്തിച്ചവൻ, തന്നെ പുത്തൂരിൽ വെച്ച് ആക്രമിച്ച കൂട്ടത്തിലുണ്ടായിരുന്നവൻ. മറ്റെല്ലാം മറന്ന് ശിവയോഗി വാളുമായി നദിയിലേക്ക് ചാടി. എടാ! വഞ്ചിയിൽ കിടന്നുകൊണ്ട് മണിവർണ്ണ അത് കണ്ടു. ശിവ! അവൾ വിലപിച്ചു. പക്ഷേ എതിരാളിയുടെ കഴുത്തിൽ കൈ ചുറ്റിക്കൊണ്ട് അവൻ വെള്ളത്തിലേക്ക് താണു. വഞ്ചിയോട് അടുക്കുന്നവരെ തുഴ വീശി അടിക്കുകയായിരുന്നു സഞ്ജു. അതിനാൽ തന്നെ അവർക്ക് ആയുധം പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴേക്കും മറ്റു 4 വഞ്ചികൾ കൂടി അടുത്തെത്തി. അവയിലെ തുഴക്കാരും ആക്രമണസജ്ജരായതോടെ എതിരാളികൾ കരയിലേക്ക് തിരിച്ചു നീങ്ങി. ജലത്തിനടിയിൽ ശിവയോഗിയും ശത്രുവും ഏറ്റുമുട്ടി. ശിവയുടെ കയ്യിൽ നിന്നും വടിവാള് നഷ്ടമായി. അവനൊരു ഉരുണ്ട കല്ലെടുത്ത് ശത്രുവിൻ്റെ മുഖത്തടിച്ചു. അസ്ഥി പൊട്ടിയതുപോലെ അയാൾ വാപിളർന്നു. അറിയാതെ കുറച്ച് വെള്ളം കുടിച്ചുപോയി. രക്ഷയില്ലെന്ന് തോന്നിയ അയാൾ ശിവയോഗിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അവൻ വഞ്ചിയുടെ അടിയിലേക്ക് മറിഞ്ഞു. ആ സമയം കൊണ്ട് ശത്രു വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ടുപോയി. ഇതിനോടകം മറ്റുള്ളവർ കരയ്ക്ക് കയറി അയാളെ പ്രതീക്ഷിക്കുകയായിരുന്നു. അയാൾ നീന്തിച്ചെന്നതും അവർ കൈപിടിച്ച് കയറ്റി. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിയെ മുകളിലേക്കോടി. 25 മീറ്ററോളം മുകളിൽ റോഡായിരുന്നു. അവിടെ കാത്തു കിടന്നിരുന്ന സുമോയിൽ അവർ ചാടിക്കയറി. സുമോ അതിവേഗം ചിറ്റാറിൻ്റെ ഭാഗത്തേക്ക് കുതിച്ചുപോയി. ശിവയോഗി വെള്ളത്തിൽ നിന്നുയർന്നു. കുട്ടവഞ്ചിയുടെ സൈഡിൽ പിടിച്ചു. വായിൽ നിറഞ്ഞ വെള്ളം നീട്ടിത്തുപ്പി. ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ? ചന്ദ്രലാൽ ഉദ്യോഗം പൂണ്ടു. പറ്റിയനെ ഈ ജാക്കറ്റ് തുണച്ചു. അവൻ ഉരുണ്ടുമറിയും പോലെ കുട്ടവഞ്ചിയിലേക്ക് കയറി. മണിവർണ്ണയ്ക്കും ഭാവനയ്ക്കും ശ്വാസം നീരവണത് അപ്പോഴാണ്. ആരാ അവര്? സഞ്ജു ജിജ്ഞാസയോടെ തിരക്കി. ആവോ, ശിവയോഗി കൈമലർത്തി. ചന്ദ്രലാൽ അവിശ്വസനീയ ഭാവത്തിൽ അവനെ തന്നെ നോക്കിയിരുന്നു. സഞ്ജുവും സഹായിക്കുവാനെത്തിയ മറ്റു തുഴക്കാരും കുട്ടവഞ്ചികൾ കരയിലേക്ക് തുഴഞ്ഞു. മറ്റു വഞ്ചിയിലുണ്ടായിരുന്നവർക്കും എത്രയും വേഗം കരപറ്റിയാൽ മതിയെന്നായിരുന്നു. എല്ലാ വഞ്ചികളും അവിടെ എത്തും വരെ ചന്ദ്രലാൽ കാത്തുനിന്നു. അവസാനം താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യം അവരോട് വെളിപ്പെടുത്തി. ശേഷം പറഞ്ഞു, ആരൊക്കെയോ നദിയിലുണ്ടായിരുന്ന പ്രശ്നം ഫോണിൽ പകർത്തുന്നത് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം. 2 പേർ അപ്രകാരം ചെയ്തു. നോക്കട്ടെ. ശിവയോഗി ചന്ദ്രലാലിൻ്റെ ഫോൺ വാങ്ങി നോക്കി. ഹെൽമറ്റ് പിളർന്നു പോയതിനാൽ തൻ്റെ ജീപ്പ് കത്തിച്ചവൻ്റെ മുഖം വ്യക്തമായി കാണാമായിരുന്നു. ആ ദൃശ്യങ്ങൾ അവൻ തൻ്റെ ഫോണിലും സേവ് ചെയ്തു. സഞ്ജുവിനോട് നന്ദി പറഞ്ഞ് അവർ കാറിനരികിലെത്തി. മണിവർണ്ണയുടെയും ഭാവനയുടെയും നടുക്കം അപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോകാം, പിന്നെ നമ്മുടേതായ രീതിയിലും അന്വേഷിക്കാം. ചന്ദ്രലാൽ കാർ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ, അമ്മാർ എൻ്റെ കയ്യിലേ വീഴൂ, ശിവയോഗി പറഞ്ഞു. നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. ചന്ദ്രലാലിൻ്റെ അഭിപ്രായത്തോട് ശിവയോഗി പ്രതികരിച്ചില്ല. എന്നാൽ ഒരു കാര്യം അവന് ഉറപ്പായിരുന്നു. തന്നെ ആക്രമിച്ചവൻ തീർച്ചയായും മലയാളിയല്ല, കർണാടക. ധർമ്മസ്ഥലയിലെ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ധനരാജ് ഇറങ്ങുമ്പോൾ നേരം സന്ധ്യ. പെട്ടെന്ന് വരണമെന്നും താൻ ഉപ്പിനങ്കടിയിൽ ഉണ്ടാവുമെന്നും SP അമാവാസെ അവനെ വിളിച്ചു പറഞ്ഞിട്ട് 15 മിനിറ്റായതേ ഉള്ളൂ. ഹാർലി ഡേവിസൺ ബൈക്കിലായിരുന്നു അവൻ്റെ യാത്ര. തിരക്കേറിയ ഹൈവേയിൽ തുരിതരെ പായുന്ന വാഹനങ്ങളെ ഒരഭ്യാസിയെപ്പോലെ മറികടന്ന് അവൻ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എന്തായിരിക്കും അമാവാസെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് അവന് മനസ്സിലായില്ല. ഉപ്പിനങ്കടിയിലെ കോഫി ഷോപ്പിന് മുന്നിൽ പോലീസിൻ്റെ XUV കിടക്കുന്നത് കണ്ട് അവൻ ബൈക്ക് നിർത്തി.
ഇടങ്കാൽ കൊണ്ട് സ്റ്റാൻഡിൽ തട്ടി വലങ്കാൽ ഹാൻഡിലിന് മീതെ വീശിയിറങ്ങി. ജാക്കറ്റ് ഒന്ന് ഇളക്കിയിട്ട് കറുത്ത ഗ്ലാസുകൾ ഒരു പോക്കറ്റിൽ തിരുകയും ഹെൽമറ്റ് മാറ്റുകയും ചെയ്തു. എന്താ സാർ വേഗം വരാൻ പറഞ്ഞത്? ധനരാജ് അമാവാസയ്ക്ക് അടുത്തെത്തി. അമാവാസ എക്സ്യൂവിയുടെ ഡോർ തുറന്നിറങ്ങി. നീ വേഗം ഇതിലേക്ക് കയറി. അയാൾ സെൻറ്ററിലെ ഡോർ തുറന്നു കൊടുത്തു. അപ്പോൾ ബൈക്കോ സാർ? അതെവിടെ ഇരിക്കട്ടെ, നമ്മൾ ഉടനെ മടങ്ങി വരും. എക്സ്യൂയുടെ ഡ്രൈവർ സീറ്റിൽ എസ് എ ലങ്കേഷ് ആയിരുന്നു. ധനരാജ് വണ്ടിയിൽ കയറി ഹെൽമറ്റ് സീറ്റിൽ വെച്ച്. അമാവാസ കയറിയ ഉടൻ ലങ്കേഷ് എക്സ്യൂവി മുന്നോട്ടെടുത്തു. പാഞ്ഞു പോകുന്ന തീയുണ്ടകൾ കണക്കെ എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റുകൾ. യാത്രക്കിടയിൽ ആരും ഒന്നും മിണ്ടിയില്ല. പുത്തൂരിന് വരുന്നതിന് മുമ്പ് അമാവാസ ഇവിടുത്തെ SP ആയിരുന്നു എന്ന് ധനരാജ് ഓർത്തു. 15 മിനിറ്റ് സമയത്തെ ഓട്ടം. എക്സ്യൂവി ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞു. മുന്നോട്ട് പോകും തോറും റോഡിലെ തിരക്ക് കുറഞ്ഞു. ആ ഭാഗത്ത് വർക്ക്ഷോപ്പുകളായിരുന്നു, 4 വീലറുകളുടെ. ധനരാജ് അതൊക്കെ നോക്കിയിരുന്നു. അല്പദൂരം കഴിഞ്ഞപ്പോൾ എക്സ്യൂവി വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു. ആസ്പെറ്റോസ് ഷീറ്റുകൾ പാകിയ ഒരു വലിയ ഷെഡിലേക്ക് കയറി നിന്നു. അവിടെ മഞ്ഞ വെളിച്ചം പരത്തുന്ന ഏതാനും ബൾബുകൾ മേൽക്കൂരയിൽ തൂങ്ങിക്കിടന്നിരുന്നു. അമാവാസ ആദ്യം ഇറങ്ങി. ശേഷം പിറകിലെ ഡോർ തുറന്നു. ബാ ധനരാജ്. ചുറ്റും നോക്കിക്കൊണ്ട് ധനരാജ് ഇറങ്ങി. അവിടെ തുരുമ്പെടുത്തതും വീലുകൾ അഴിച്ചു മാറ്റിയതും മറ്റും 4-5 ലോറികൾ കിടന്നിരുന്നു. എൻ്റെ ഒരു പരിചയക്കാരൻ്റെ വർക്ക്ഷോപ്പായിരുന്നു ഇത്. പാവം, 6 മാസം മുൻപ് ഒരു ലോറി ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അമാവാസ പറഞ്ഞു. അല്ല സാർ, നമ്മളെന്താ ഇവിടെ? ധനരാജൻ ഞെട്ടി വിളിച്ചു. പുത്തൂരേക്കാൾ സേഫാണ് ഇവിടെ എന്ന് എനിക്ക് തോന്നി. നമ്മളെ ശല്യപ്പെടുത്താൻ ഒരുത്തനും ഇങ്ങോട്ട് വരത്തില്ല. അമാവാസ ചിരിച്ചു. ധനരാജനൊന്നും മനസ്സിലായില്ല. ചവിട്ടി നിൽക്കുന്ന തറയിൽ 4-5 കനത്തിലെങ്കിലും തുരുമ്പും പൊടിപടലങ്ങളും ആണെന്ന് മാത്രം അറിഞ്ഞു. സാർ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. ധനരാജ് നീരസപ്പെട്ടു. നിനക്കെന്താ പേടി തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഞങ്ങളില്ലേ കൂടെയുള്ളത്? ചോദിച്ചുകൊണ്ട് ബോണറ്റിൽ ഒന്ന് വലം വെച്ച് ലങ്കേഷ് അവൻ്റെ പിന്നിലെത്തി. ധനരാജന് സംശയമായി. മനുഷ്യനെ വിഡ്ഢിയാക്കാതെ നിങ്ങൾ കാര്യം പറ സാറന്മാരെ. പറയാം. അമാവാസ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുക്കി പോക്കറ്റിൽ ലൈറ്ററിനായി തപ്പി. സർ. ലങ്കേഷ് തൻ്റെ ലൈറ്റർ തെളിച്ച് അമാവാസയുടെ സിഗരറ്റിന് തീ പകർന്നു. അമാവാസയെ 2 കവിള് പുക വലിച്ചൂതി. മഞ്ഞിനിടയിൽ എന്നവണ്ണം അയാളുടെ കണ്ണുകളിൽ സിഗരറ്റിൻ്റെ തീത്തുണ്ട് തിളങ്ങുന്നത് ധനരാജ് ശ്രദ്ധിച്ചു. അവൻ എന്തോ ചോദിക്കുവാൻ ഭാവിക്കുമ്പോൾ അമാവാസ ചുണ്ടനക്കി. ധനരാജ്, ഇന്ന് രാവിലെ മുത്തമ്മ ഈ ലങ്കേഷിൻ്റെ സ്റ്റേഷനിൽ വന്നിരുന്നു. അവരുടെ 3 മക്കളെ കാണാനില്ലെന്നും അതിൻ്റെ കാരണക്കാരൻ നീയാണെന്ന് സംശയിക്കുന്നതായും കംപ്ലൈൻറ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ. പാൻസിൻ്റെ പോക്കറ്റുകളിൽ കൈകടത്തി ധനരാജ് ഒന്നിളകി നിന്നു. ആ സ്ത്രീക്ക് ഭ്രാന്ത. അപ്പാജി മരിച്ചത് മുതൽ അതങ്ങനെയാണ്. ആയിരിക്കാം. അമാവാസെ ഒരു കവൾ പുക കൂടി എടുത്തു. പക്ഷേ കംപ്ലൈൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. കറക്റ്റ്. ധനരാജ് സമ്മതിച്ചു. ഇക്കാര്യം എന്നോട് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. വെറുതെ ഇത്രയിടം യാത്രയും ചെയ്ത് സമയം കളഞ്ഞു. ധർമ്മസ്ഥലയിൽ നല്ല 1-ാം തരം ഒരു കാശ്മീരി പെൺകുട്ടിയുടെ അടുത്തുനിന്നാണ് ഞാൻ ഓടിപ്പാഞ്ഞു വന്നത്. അവൻ്റെ സ്വരത്തിൽ നിരാശ. ധനരാജ് തുറന്നു. എല്ലാ കാര്യവും സാറിന് അറിയാവുന്നതല്ലേ. ആ പെണ്ണിനെ വിടല്ലേന്ന് ഞാൻ ഹോട്ടലൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം. അവൻ ഫോണെടുത്തു. എന്നാൽ റാഞ്ചും പോലെ അമാവാസ അത് പിടിച്ചെടുത്തു. ഈ രാത്രിയിൽ കാശ്മീരി പെണ്ണ് എങ്ങോട്ട് പോകാനാ ധനരാജെ? അവൾ അവിടെ തന്നെ കാണും. അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തൻ്റെ പോക്കറ്റിൽ തിരുകി. ആ നിമിഷം ധനരാജന് അപകടത്തിൻ്റെ ചൂരടിച്ചു. അവൻ്റെ കണ്ണുകൾ ഇടം വലം വെട്ടി. ഓടിപ്പോകാനൊന്നും നോക്കല്ലടാ. പിറകിൽ നിന്നും ലങ്കേഷിൻ്റെ മുന്നറിയിപ്പ്. എന്താ സാർ ഇതൊക്കെ? അവൻ അമാവാസയെ തുറിച്ചു നോക്കി. ഒരുമാതിരി ക്രിമിനലുകളോട് ഇടപെടുന്നത് പോലെ. വെറും ക്രിമിനലല്ലോ, നീ കൊടും ക്രിമിനലാണെന്ന് എനിക്കറിയാമോ ധനരാജെ. എങ്കിലും നേരത്തെ നമ്മളൊരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നല്ലോ. എനിക്ക് 3 കോടി, ലങ്കേഷിന് 50 ലക്ഷം. ആ പണമിങ്ങ് തന്ന നിൻ്റെ പേരിൽ അന്വേഷണമില്ല, നടപടിയില്ല. സർ. ധനരാജ് പകച്ചു. ആരോ കൊണ്ടുപോയ പണം. അവൻ ബാക്കി പറയുവാൻ സമ്മതിച്ചില്ല അമാവാസെ. അയാൾ കൈയുയർത്തി. കരിക്കളം തറവാട്ടിലെ 3 പേരെയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഞാൻ വെച്ച സെറ്റിൽമെൻറ്റിന് തയ്യാറായത്. എന്നാൽ അവർ 3 മരിക്കുകയാണെങ്കിൽ പിന്നെന്ത് കേസ്? ഞങ്ങൾക്കെന്തിന് പണം തരണം?
ഇക്കാര്യമൊക്കെ നിനക്ക് വ്യക്തമായി അറിയാം. അതിനാൽ തന്നെ നീ ഡയറക്റ്റ് ചെയ്ത നാടകത്തിൽ അവർ കുരുങ്ങി. അവർ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, ഞങ്ങൾക്കത് വിഷയമല്ല. ഒന്നുകിൽ പറഞ്ഞ പണം, അല്ലെങ്കിൽ ബസവരാജ, കണ്ണാഭിരാമൻ, ബസന്തി, ഈ 3 പേരെ നീ കാട്ടിത്തരണം. എന്തു പറയുന്നു? അമാവാസെ സിഗരറ്റ് കുറ്റി പൊടിയിലേക്കിട്ട് ഷൂസ് കൊണ്ട് അമർത്തി. ധനരാജൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. കാണാതായതുവരെ കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ പേരിൽ ആരോപണം മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളുടെ പക്കൽ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ പണം, അത് അവരോട് തന്നെ വാങ്ങിച്ചോണം. പറഞ്ഞതും അവൻ തിരിഞ്ഞു. എസ് പിക്ക് നേരെ കൈനീട്ടി. എൻ്റെ ഫോണിങ് തരണം സാറേ. 3-ാം കട മുച്ചീട്ട് കളിക്കാരുടെ മുന്നിൽ കളിക്കുന്ന അടവൊന്നും എന്നോടെടുക്കല്ലേ. അമാവാസയുടെ കണ്ണുകൾ കുറുകി. നിന്നിലെ ഈ മാറ്റാടാ ഞാൻ കാണാൻ കാത്തിരുന്നത്. ഇപ്പോൾ എനിക്ക് ഉറപ്പായി, കരിക്കളം തറവാട്ടിലെ 3 പേരുടെ തിരോധാനത്തിനും പണം തട്ടിയെടുത്തിനും പിന്നിൽ നീ തന്നെയാണ്. അത് തെളിയിക്കാമെങ്കിൽ സാറങ്ങ് ചെയ്. അവൻ പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചു. നിൽക്കട അവിടെ. മിന്നൽ വേഗത്തിൽ അമാവാസെ റിവോൾവർ വലിച്ചെടുത്തു. ധനരാജൻ്റെ ചെന്നിയിൽ കുത്തിയമർത്തി. ആ നിമിഷം ലങ്കേഷ് അവൻ്റെ കൈകൾ രണ്ടും പിറകിലേക്ക് പിടിച്ച് തിരിച്ച് വിലങ്ങിട്ടു. എടാ കോപ്പേ! അലറിക്കൊണ്ട് ധനരാജ് വെട്ടിത്തിരിഞ്ഞു. ലങ്കേഷ് കൈവീശി ഒറ്റയടി. ധനരാജൻ്റെ കവിളടക്കം. അവൻ്റെ കണ്ണുകളിൽ ഇരുൾ തിങ്ങി. അതിനിടെ അമാവാസയുടെ ശബ്ദം കിട്ടും. നിന്നെക്കൊണ്ട് ഞങ്ങളെല്ലാം പറയിക്കും. അല്ലെങ്കിൽ ഈ കിടക്കുന്ന ലോറികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പെട്ടിയിൽ നിന്റെ ശരീരം ചീഞ്ഞളിഞ്ഞ് പുഴുവരിക്കും. എന്നെ കല്ലിൽ വെച്ച് അരച്ചാലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ധനരാജ് ചീറി. അമാവാസയ്ക്ക് പെരുത്ത് കയറി. അയാൾ കാലുയർത്തി അവൻ്റെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. പിന്നോട്ട് വളഞ്ഞ് പിറകിലേക്ക് തെന്നിപ്പോയ ധനരാജ് ഒരു ലോറിയുടെ ബമ്പറിൽ ചെന്നിടിച്ചു വീണു. അമാവാസയുടെ കാല് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞമർന്നു. എൻ്റെ ഷൂസിൻ്റെ അടിയിൽ വിറകൊള്ളുന്ന നിൻ്റെ ഹാർട്ടുണ്ടല്ലോ, അടുത്ത ചവിട്ടിന് പൊട്ടിപ്പോകും. അയാൾ പല്ലുഞെരിച്ചു. അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയുകയോ പറഞ്ഞ പണം ഞങ്ങളെ ഏൽപ്പിക്കുകയോ ചെയ്യുക. എങ്കിൽ നീ ഇവിടെ നിന്നും ജീവനോടെ പുറത്തു പോകും. നിൻ്റെ പേരിൽ കേസുണ്ടാവില്ല. തനിക്ക് ശ്വാസം മുട്ടുന്നതും അമാവാസയുടെ പാദത്തിന് ഒരു വലിയ പാറയുടെ ഭാരമുണ്ടെന്നും ധനരാജ് അറിഞ്ഞു. അവൻ്റെ വാ തുറക്കപ്പെട്ടു. കവിളിലേക്ക് രക്തവും ഉമിനീരും പതച്ചിറങ്ങി. ഞാൻ പറയാം സാറേ. ഞരക്കത്തോടെ അവൻ ഒരു കവിൾ ചോര കൂടി കമ്മിട്ടി. അധ്യായം 24. അമാവാസെ എസ് ഐ ലങ്കേഷിനെ നോക്കി വിജയഭാവത്തിൽ ചിരിച്ചു. തുടർന്ന് ധനരാജിൻ്റെ നെഞ്ചിൽ നിന്നും കാൽ പിൻവലിച്ചു. അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത ധനരാജ് ശ്വാസം വലിച്ചു വിട്ടു. എന്നെ ഒന്ന് പിടിച്ചു പൊക്കു സാറേ. അവൻ ഞരങ്ങി. എസ് പി അമാവാസെ ലങ്കേഷിന് കണ്ണുകൊണ്ട് ഒരടയാളം നൽകി. ലങ്കേഷ് മുന്നോട്ടാഞ്ഞു. ധനരാജിൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു ഉയർത്തി. ലോറിയുടെ ബമ്പറിലിരുത്തി. ഈ വിലങ്ങുകൂടി ഒന്ന് ഒഴിച്ചതാ സാറന്മാരെ. ഞാൻ എങ്ങോട്ടും ഓടിപ്പോകത്തില്ല. എല്ലാം തുറന്നു പറയാമെന്ന് സമ്മതിച്ചില്ലേ? അവൻ്റെ കണ്ണുകൾ ഇരുവരിലും മാറി മാറി പതിഞ്ഞു. ലങ്കേഷ് പറ്റില്ലെന്ന ഭാവത്തിൽ തലയാട്ടി. അമാവാസെ മീശത്തുമ്പുകൾക്ക് മീതെ മെല്ലെ വിരലോടിച്ചു. ഓടിയാൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും. എങ്കിലും പൂട്ടായിട്ട് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. കൈകൊണ്ടല്ലോ, നാവുകൊണ്ടല്ല നീ സംസാരിക്കുന്നത്. ധനരാജൻ്റെ തല കുനിഞ്ഞു. ചുണ്ടിൽ ഓറി നിന്ന ഏതാനും തുള്ളി ചോര അവൻ്റെ ഷർട്ടിലേക്ക് വീണു. പറയടാ, ആ പണം എവിടെയാണ്? അമാവാസെ ചോദ്യം തുടങ്ങി. എൻ്റെ പക്കലുണ്ട്, ഒരിടത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുക. ധനരാജ് മന്ത്രിച്ചു. ബസവരാജും കണ്ണാഭിരാമനും വസന്തിയും എന്തേടാ? അവർ ജീവനോടെ ഉണ്ടോ? ധനരാജ് മിണ്ടിയില്ല. എന്താടാ, നിന്റെ നാവ് താണുപോയോ? ലങ്കേഷ് ശബ്ദമുയർത്തി. അല്ല സാറേ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവുമോ എന്നൊരു സംശയം. അവൻ ചിരിച്ചു. അമാവാസയുടെയും ലങ്കേഷിൻ്റെയും നെറ്റി ചുളിഞ്ഞു. എന്താണ് ഒരു പരിഹാസം പോലെ? അമാവാസ ചുറ്റും നോക്കി. അടുത്ത നിമിഷം ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം വർക്ക്ഷോപ്പിനുള്ളിലേക്ക് പാഞ്ഞെത്തി. XUV-യുടെ തൊട്ടരികിൽ അത് നിന്നു. ലങ്കേഷേ! അമാവാസ മുന്നറിയിപ്പ് പോലെ വിളിച്ചു. നോക്കിക്കേ. ലങ്കേഷ് കരുതലോടെ അവിടേക്ക് നീങ്ങി. പെട്ടെന്ന് വാഹനത്തിൻ്റെ ഡോറുകൾ തുറന്നടഞ്ഞു. ഒപ്പം ഒരു വെടിയൊച്ച. നിശബ്ദതയിൽ ആ ശബ്ദം വർക്ക്ഷോപ്പിന് വിറപ്പിച്ചു. അമാവാസ നടുങ്ങി. അപ്പുറത്തേക്ക് പോയ ലങ്കേഷ്
അതേ വേഗത്തിൽ മലർന്നു വീഴുന്നതാണ് SP കണ്ടത്. പൊടിയിൽ കൈകാലടിച്ച് അയാളൊന്ന് പിടഞ്ഞു. ചാരം കണക്കെ പൊടിപടലങ്ങൾ ഉയർന്നു. അയാളുടെ നെറ്റിക്ക് നടുവിൽ ഒരു ചുവന്ന വൃത്തം അമാവാസെ കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അത് വലുതായിക്കൊണ്ടിരുന്നു. അമാവാസെ റിവോൾവർ അവിടേക്ക് തിരിച്ചു. പെട്ടെന്ന് ധനരാജ് ബമ്പറിലിരുന്ന ലോറി ഒന്ന് കുലുക്കിയതുപോലെ തോന്നി. അമാവാസെ അമ്പരന്നു. തൊട്ടടുത്ത ക്ഷണം ലോറിയുടെ ക്യാബിന് മുകളിൽ 2 പേർ പ്രത്യക്ഷരായി. സാറേ, ഈണത്തിലുള്ള വിളി. അമാവാസെ അവർക്കു നേരെ റിവോൾവർ ചൂണ്ടി. അതിനു മുമ്പേ 2 ബുള്ളറ്റുകൾ പറന്നു വന്നു. അമാവാസയുടെ നെഞ്ചിൻ്റെ ഇരുവശത്തും തീയുണ്ടകൾ തുളഞ്ഞു കയറി. റിവോൾവർ പിടിവിട്ട് ധനരാജിൻ്റെ കാൽക്കൽ വീണു. കാറ്റ് പിടിച്ച മരം കണക്കെ ഒന്നുലഞ്ഞു അമാവാസെ. ശേഷം തുറിച്ച കണ്ണുകളോടെ മലർന്നു വീണു. അയാളൊന്ന് പിടഞ്ഞത് കൂടിയില്ല. ഒരു SP. ധനരാജ് പൊട്ടിച്ചിരിച്ചു. ഒരു പൊട്ടാസ് തോക്ക് കാണിച്ച് എന്നെ ഭയപ്പെടുത്താമെന്ന് കരുതി. ഥൂ! അവൻ കാറിത്തുപ്പി. ലോറിയുടെ ക്യാബിൻ്റെ മുകളിൽ നിന്നവർ താഴേക്ക് ചാടി. മറുഭാഗത്തു നിന്നും 2 പേർ കൂടി നടന്നു വന്നു. ധനരാജ് എഴുന്നേറ്റു. ആ SI പട്ടിയുടെ പോക്കറ്റിലുണ്ട് ഈ വിലങ്ങിൻ്റെ ചാവി, അവൻ പറഞ്ഞു. ഒരാൾ ലങ്കേഷിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് കീയെടുത്തു. ധനരാജിൻ്റെ വിലങ്ങടിച്ചു. അവൻ ആദ്യം ചെയ്തത് അമാവാസ പിടിച്ചെടുത്ത തൻ്റെ സെൽഫോൺ തിരികെ എടുക്കുകയാണ്. പിന്നെ തറയിൽ കിടന്നിരുന്ന റിവോൾവറും. ഈ ബോഡികൾ എന്തു ചെയ്യണം സാർ? ആഗതർ കാതോർത്തു. എടുത്ത് പോലീസ് വണ്ടിയിൽ തന്നെ ഇട്. അവർ അപ്രകാരം ചെയ്തു. 2 ജഡങ്ങളും XUVയുടെ മുൻ സീറ്റുകളിൽ ഇരുത്ത്. പെട്രോൾ കൊണ്ടുവന്നിട്ടില്ലേ? ധനരാജ് തിരക്കി. ഉണ്ട് സാർ. അത് വാങ്ങാൻ നിന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി താമസിച്ചു പോയത്, അവർ അറിയിച്ചു. ധനരാജ് അമർത്തി മൂളി. ആഗതർ എത്തിയതും കറുത്ത റേഞ്ച് റോവർ ഇവോക്കിലായിരുന്നു. ഒരാൾ ആ വാഹനം പുറകിലേക്ക് മാറ്റി, മറ്റൊരാൾ XUV ഉള്ളിലേക്കും. അമാവാസയുടെയും ലങ്കേഷിൻ്റെയും മൃതദേഹങ്ങളിലേക്ക് പെട്രോൾ ഒഴിച്ചു. തുടർന്ന് കന്നാസ് അതിലേക്ക് തന്നെ ഇട്ടു. യുവമാർക്ക് എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ തോന്നിയത് ഭാഗ്യം, അല്ലെങ്കിൽ കാര്യങ്ങളെ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആകുമായിരുന്നില്ല. ധനരാജ് പൊട്ടിച്ചിരിച്ചു കൊണ്ടുപോയി. ഇവോക്കിൽ കയറി. ഒരാൾ ലേറ്റർ തെളിച്ച് XUVക്കുള്ളിലേക്ക് എറിഞ്ഞിട്ട് ഓടിമാറി. കച്ചിത്തുറുവിൽ തീ പിടിച്ചതുപോലെ XUV തീ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. 4 പേരും ഇവോക്കിൽ ചാടിക്കയറി. ധനരാജ് റിവേഴ്സിൽ കാർ റോഡിലേക്ക് ഇറക്കി. പിന്നെ ഓടിച്ചുപോയി. കഠിനമായ ചൂട് കാരണം വർക്ക്ഷോപ്പിൻ്റെ ഹാസ്പറ്റോസുകൾ ഷീറ്റുകളൊക്കെ പൊട്ടിത്തെറിച്ചു തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം രാവിലെ ബ്ലാക്ക് കോഫിയുമായി വന്ന് മണിവർണ്ണ ശിവയോഗിയെ തട്ടിയുണർത്തി. ഒന്ന് ഞരങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു അവൻ. അവളെ തുറിച്ചു നോക്കി. നല്ലൊരു പ്രഭാതമായിട്ടൊന്ന് ചിരിക്കു പെണ്ണെ. ഓ, മണിവർണ്ണ ചിരിച്ചു. ഇന്നലത്തെ കാര്യം ഓർത്തിട്ട് ചങ്കി തീയ എപ്പോഴും. അതെയോ? ശിവയോഗി ഗൗരവം ഭാവിച്ചു. എങ്കിൽ പെട്ടെന്ന് പോയി കക്കട്ടാറിലൊന്ന് മുങ്ങിക്കുളിക്കി, തീയൊന്നണയട്ടെ. അവൻ എഴുന്നേറ്റിരുന്നു. അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി ഒരിറക്ക് കാപ്പി കുടിച്ചു. മണി, ഓരോ മനുഷ്യനും എന്തൊക്കെ സംഭവിക്കണമെന്ന് ഈ പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ട്. അതിനപ്പുറമോ ഇപ്പുറമോ അവസാനിപ്പിക്കാൻ ആർക്കും ആവില്ല. കാലം കാത്തു വച്ചിരുന്ന വിധിയുടെ നിഴൽ അവൻ്റെ മേൽ എപ്പോഴും ഉണ്ടാവും. ആർക്കും യാതൊരു ദ്രോഹവും ചെയ്യാത്തവർ വൈകിട്ട് റേഷൻ കടയിൽ പോകുമ്പോൾ പോലും വണ്ടി ഇടിച്ച് മരിക്കാറില്ലേ? എന്താ എന്താ അവൾ തിരികെ ചോദിച്ചു. അവൻ്റെ തലയോട്ടിയിൽ കോറിയിട്ടിരിക്കുന്ന പ്രപഞ്ചവിധി അത്ര തന്നെ. ആ നേരത്ത് അയാൾ മുറിയിൽ അടച്ചിരുന്നാലും രക്ഷയില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. ശിവയോഗി പറയുന്നതിനോട് അനുകൂലിക്കുവാൻ കഴിയാതെ ശുണ്ഠിയോടെ മണിവർണ്ണ എഴുന്നേറ്റ് പോയി. ശിവയോഗി കാപ്പി കുടിച്ച ശേഷം സെൽഫോൺ എടുത്ത് വാട്സപ്പ് പരിശോധിച്ചു. DYSP കലിംഗറാവുവിൻ്റെ മെസ്സേജ് വല്ലതുണ്ടോ? കണ്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശിവയോഗി കൊട്ടവഞ്ചി സവാരിക്കിടയിൽ എടുക്കപ്പെട്ട വീഡിയോ കലിംഗറാവുവിന് സെൻഡ് ചെയ്തിരുന്നു. തന്നെ ആക്രമിച്ചവനെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട്. ശിവയോഗി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. മണിവർണ്ണ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ്. നീ പേടിക്കൊന്നും വേണ്ട മണി. എന്നെ കൊല്ലാതെ നിന്നെ ഒന്ന് തൊടാൻ പോലും ഞാൻ ആരെയും സമ്മതിക്കില്ല. മണിവർണ്ണ തിരിഞ്ഞു നോക്കിയില്ല, മിണ്ടിയതുമില്ല. അവൻ തുടർന്ന് തിരക്കി. വലിയ ധൈര്യത്തിലായിരുന്നല്ലോ നീ. ചോരയിൽ ആവേശം കുത്തി നിറച്ചവള് ഈ നിസാര സംഭവത്തിൻ്റെ പേരിൽ വാടിപ്പോയോ? ഇത്തവണ അവൾ ശിവയോഗിക്ക് അഭിമുഖമായി തിരിഞ്ഞു. എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, നിന്നെക്കുറിച്ച് ഓർത്താ. ശിവയോഗി കൈകൾ വീശിക്കുടഞ്ഞു. പേടി മനുഷ്യ സഹജമാണ്.
അതിനെ ജീവിക്കുന്നവർക്കേ ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും. സാറേ, അപ്പോൾ പുറത്തു നിന്നും ഒരു വിളി കേട്ടു. ശിവയോഗി വരാന്തയിലേക്ക് ചെന്നു. വെളുത്ത കുഞ്ഞ്. ഞാൻ അമ്മാവനെ വിളിക്കണമെന്ന് ഇപ്പോൾ ചിന്തിച്ചതേയുള്ളൂ. കസേരയിൽ ശിവയോഗി ഇരുന്നു. വെളുത്ത കുഞ്ഞ് പടിക്കെട്ടിനോട് ചേർന്ന് തിണ്ണയിലും. ഈ പുരയിടമൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇട്ടാൽ മതി അമ്മാവ. വല്ലതും ചെയ്യണ്ടേ? അല്ലെങ്കിൽ പഴയതുപോലെ വീണ്ടും കാട് കയറും. അവനൊരു സിഗരറ്റ് കത്തിച്ചു. അതേക്കുറിച്ച് ചോദിക്കാനാണ് ഞാനും വന്നത്. സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനുണ്ടോ? അയാളെ തിരക്കി. വെളുത്ത കുഞ്ഞിന് ഒരു ഗ്ലാസ് കാപ്പിയുമായി മണിവർണ്ണയും അങ്ങോട്ട് വന്നു. അയാൾ ചോദിക്കുന്നത് അവളും കേട്ടിരുന്നു. ശിവയോഗി അല്പനേരം ചിന്തിച്ചിരുന്നു. തുടർന്ന് നാവനക്കി. എന്തെങ്കിലും ചെയ്യുന്നത് ലാഭകരമായിരിക്കണം. എന്നാൽ ജനത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷാംശങ്ങളും ഹോർമോണുകളും അധികം ഉപയോഗിക്കാനും പാടില്ല. അത്തരൊരു കൃഷിയാണ് എൻ്റെ മനസ്സിൽ. ശിവയോഗി തുറന്നു. കേട്ടോ അമ്മാവ, എൻ്റെ വളർത്തച്ഛൻ അപ്പാജി കരിക്കളം സദാശിവ എനിക്ക് ചാർത്തി തന്ന ഒരു പേരുണ്ട്, കോഴിശിവ. ഒരു പെണ്ണിനെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ അപ്പ വിളിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷിയും അതുതന്നെ, കോഴിക്കൃഷി, കോഴി വളർത്തൽ. വെളുത്ത കുഞ്ഞും മണിവർണ്ണയും അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആളുകൾ പിന്നീട് ശിവയെ കോഴിശിവ എന്നേ വിളിക്കൂ, മണിവർണ്ണ ഓർമ്മപ്പെടുത്തി. അതിന് നമുക്കെന്ത്? മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയൊക്കെ ആളുകൾ എന്തൊക്കെ പറയുന്നു? പിന്നെ എന്നെ താടി തടവിക്കൊണ്ട് അവൻ ഊറിച്ചിരിച്ചു. എന്നാൽ നിയമപരമായ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കണം. ചന്ദ്രലാൽ ഉണ്ടല്ലോ, നമുക്ക് നേരെയാക്കാം. അവൻ പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കോഴിക്കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളുത്ത കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി. പെട്ടെന്ന് ശിവയോഗിയുടെ ഫോണിൽ ഒരു കോള് വന്നു. അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി. DYSP കലിംഗറാവു. സർ. അവൻ ഫോൺ കാതിൽ ചേർത്തു. മറുതലക്കിൽ നിന്നും കലിംഗറാവുവിൻ്റെ സ്വരം കേട്ടു. ശിവ, നിന്റെ സംശയം ശരിയായിരുന്നു. ഫോട്ടോയിൽ കണ്ടവൻ മലയാളിയല്ല, കന്നഡക്കാരനാണ്. സ്വദേശം ബംഗാർപേട്ട്. പേര് ബിംബരാമൻ. ബിംബരാമൻ. ശിവയോഗിയുടെ ഞരമ്പിലൂടെ ഒരു തീക്കനൽ പാഞ്ഞു. സർ, ഈ പേര് എവിടെയോ കേട്ടിട്ടുള്ളതുപോലെ. അവൻ നെറ്റിയുടെ ഇരുപുറത്തും ഇടം കൈയുടെ നടുവിരലും തള്ളവിരലും ചേർത്ത് അമർത്തിപ്പിടിച്ച് ചിന്തിച്ചു. കേട്ടുകാണും. കാരണം ഇവൻ ബിംബരാമൻ പക്ക ക്രിമിനലാ. കൊട്ടേഷൻ, പെൺവേട്ട ഇവയിലാണ് കമ്പം. എന്നാൽ 5 വർഷമായി കർണാടക പോലീസിന് ഇവനെക്കുറിച്ച് യാതൊരു വിവരമില്ല. ഒരു ഇലക്ഷൻ സമയത്ത് ഭരണകക്ഷിയുടെ ചീഫ് മിനിസ്റ്റർ കമാൻഡൻറ്റിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ട് മുങ്ങിയതാ. സർക്കാർ അവൻ്റെ തലയ്ക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ശിവയോഗി കേട്ടിരുന്നു. കർണാടകയിൽ നിന്നും മുങ്ങിയ ബിംബരാമൻ കേരളത്തിൽ വേരുറപ്പിച്ചിരിക്കുകയാണ്. ശിവയോഗിയുടെ സ്ഥിരതകൾ ത്രസിച്ചു. കലിംഗറാവുവിൻ്റെ ശബ്ദം അവനെ ഉണർത്തി. ഒന്നുകിൽ ശക്തമായ രാഷ്ട്രീയ പിന്തുണ, അല്ലെങ്കിൽ അതിശക്തരായ അധോലോക നേതാക്കളുമായുള്ള അടുപ്പം. ഇതാണ് അവനെ രക്ഷിക്കുന്നതെന്ന് ഞങ്ങൾ പോലീസ് കരുതുന്നു. കാരണം ഇടയ്ക്കിടെ അവൻ ഇവിടെ എത്തുകയും കൊട്ടേഷൻ വർക്കുകൾ പൂർത്തിയാക്കി മുങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൊന്നും പിടിക്കപ്പെടുന്നില്ല. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവനിവിടെ വരികയും പോവുകയും ചെയ്യുന്നതിന് എന്തോ വഴി കണ്ടെത്തിയിട്ടുണ്ട്. താങ്ക് യു സാർ. തൽക്കാലം ഈ വിവരങ്ങൾ മതി. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ ബിംബരാമനെ ഞാൻ സാറിൻ്റെ കാൽക്കലിട്ട് തരും, ശിവയോഗി ഉറപ്പിച്ച് പറഞ്ഞു. ഇനി ജീവനോടെ പറ്റിയില്ലെങ്കിൽ അവൻ്റെ മൃതദേഹത്തിൻ്റെ ഫോട്ടോ എങ്കിലും തന്നിരിക്കും സാർ. സൂക്ഷിക്കണം. നീ കരുതുന്നത് പോലെയുള്ള ആളല്ല ബിംബരാമൻ. കലിംഗറാവുവിൻ്റെ മുന്നറിയിപ്പ്. ശരി സാർ. അവൻ കോൾ മുറിച്ചു. ബിംബരാമൻ. ആ പേര് ശിവയോഗിയുടെ മനസ്സിൽ ചുഴലിക്കാറ്റ് പോലെ വീശിക്കറങ്ങിക്കൊണ്ടിരുന്നു. സായാഹ്നം. സ്റ്റേഷനിൽ നിന്നും മടങ്ങിയ SI ചന്ദ്രലാൽ കക്കാട്ടുപുറത്തെത്തുമ്പോൾ ശിവയോഗി കശാവൻ കമ്പിൽ വാർണിഷ് പുരട്ടുകയായിരുന്നു. എന്തിനാടാ ഇത്? ചന്ദ്രലാൽ അത്ഭുതം കൂറി. വാതിലിനടിച്ച വാർണിഷിൽ കുറച്ചിരുന്നു. എങ്കിൽ പിന്നെ അത് ഇതിൽ പുരട്ടിയേക്കാമെന്ന് വെച്ചു. നല്ല തിളക്കം കിട്ടും. അവൻ ജോലി തുടർന്നു. ഈ കമ്പെന്തിനാ? കഴിഞ്ഞ ദിവസം പുണ്യകോടയും മറ്റും പ്രകരിച്ചത് ഈ വടിയാ. അതുകൊണ്ട് തന്നെ വെറും കമ്പ് എന്ന് പറഞ്ഞ് നീ ഇതിനെ എഴുത്തരുത്. ഒരു വർഷം കഴിയുമ്പോൾ ഇത് ജനക മഹാരാജാവിൻ്റെ അംശവടിയാണ് എന്നെനിക്ക് പറയാനുള്ളതാ. അവൻ ചിരിച്ചു. നിങ്ങളെ പോലീസുകാരിൽ പലർക്കും ആരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വാസമാണല്ലോ. ചന്ദ്രലാൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. മണിവർണ്ണ ഇറങ്ങി വന്നു.
പിറകിലെ ചായ്പിൽ ഒരു പഴയ കസേര കിടപ്പുണ്ട്. അത് ദശരഥ മഹാരാജൻ്റെ സിംഹാസനമായിരുന്നോ എന്നൊരു സംശയവും. ശിവയോഗിയും ചന്ദ്രലാലും ഒന്നിച്ചു ചിരിച്ചു. പിന്നെ ചന്ദ്രലാൽ ഗൗരവത്തിലായി. ചേട്ടാ, ഇന്നലെ നമ്മൾ ആക്രമിച്ചതിൻ്റെ ഫോട്ടോ ഞാൻ മറ്റ് പോലീസുകാരെയും കാണിച്ചു. ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിലുള്ളവരിൽ തിരഞ്ഞു. പക്ഷെ അങ്ങനെ ഒരാളെക്കുറിച്ച് സൂചന പോലുമില്ല. ശിവയോഗി തലയാട്ടി. ഉണ്ടാവില്ല, ഉണ്ടാവുകയില്ല. അതാണ് അയാൾ, ബിംബരാമൻ. കലിംഗറാവുവിൽ നിന്നും മറഞ്ഞ കാര്യം അവൻ ചന്ദ്രലാലിനോട് പറഞ്ഞു. സ്തംഭനായി ഇരുന്നു പോയി ചന്ദ്രലാൽ. പെട്ടെന്ന് ചന്ദ്രലാലിന് ഒരു കോള് വന്നു. അയാൾ എടുത്തു നോക്കിയിട്ട് തിടുക്കത്തിൽ കാതിൽ ചേർത്തു. പറയൂ. ഏതാനും സെക്കൻഡുകൾ നേരത്തെ സംഭാഷണം. ചന്ദ്രലാലിൻ്റെ മുഖമൊന്ന് മുറുകി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ കണ്ടുമുട്ടും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വിശേഷങ്ങളെല്ലാം കമൻറ്റിൽ പങ്കുവെച്ചോളൂ. ഒത്തിരി സന്തോഷമാണ് കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അങ്ങനെ ഞാനും നിങ്ങളും നമ്മുടെ കഥകളുമായിട്ട് നമുക്കങ്ങനെ പോകാം. വീണ്ടും നാളെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ ഒത്തിരി സന്തോഷത്തോടെ ശുഭദിനം.